ട്രെൻഡിംഗ് നൗവിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ. സർക്കാർ ജീവനക്കാർക്കും ഇടത്തരക്കാർക്കും നേരിട്ടുള്ള ആനുകൂല്യങ്ങളും വരുമാന വർധനവും. കേന്ദ്രം ശ്വാസം മുട്ടിക്കുമ്പോഴും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ദീർഘകാലാടിസ്ഥാനത്തിൽ മെച്ചമെന്ന് ധനമന്ത്രി കെ ബാലഗോപാൽ. അടുത്ത സർക്കാരിന്റെ മേൽ സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുന്നതാണ് ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ്. പ്രഖ്യാപനങ്ങൾ വാരിക്കോരി നൽകുന്നത് തോൽവി മനസ്സിലാക്കിയെന്ന് PMA സലാം. സംസ്ഥാന ബജറ്റിൽ ആശാ വർക്കർമാർക്കും അംഗനവാടി ഹെൽപ്പർമാർക്കും ആശ്വാസം. പ്രതിമാസ വേതനത്തിൽ ആശാ വർക്കർമാർക്ക് 1000 രൂപയും അംഗനവാടി ഹെൽപ്പർമാർക്ക് 500 രൂപയും വർദ്ധിപ്പിച്ചു. ആശാ വർക്കർമാരുടെ ഓണറേറിയത്തിലും 1000 രൂപയുടെ വർധനവ്. കേരളത്തിൽ ചരിത്രം സൃഷ്ടിച്ച സ്വർണ്ണവില. പവന് ഒറ്റയടിക്ക് കൂടിയത് 8640 രൂപ. ഇന്ന് 1,31,160 രൂപയിൽ സ്വർണ്ണ വ്യാപാരം. ഗ്രാമിന് 1080 രൂപ വർദ്ധിച്ച് 16,395 രൂപയായി. അജിത് പവാറിന്റെ മരണത്തിനിടയാക്കിയ വിമാനാപകടത്തിൽ അന്വേഷണം തുടരുന്നു. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ്, ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ, കോക്പിറ്റ് വോയിസ് റെക്കോർഡർ എന്നിവ കണ്ടെത്തി. ദില്ലിയിലെ VSR വിമാന കമ്പനി അധികൃതരെ ചോദ്യം ചെയ്ത അന്വേഷണ സംഘം. ചരിത്രം സൃഷ്ടിച്ച് സ്വർണ്ണവില വർദ്ധിച്ചിരിക്കുകയാണ്. ഇന്ന് ഒറ്റ ദിവസം സംസ്ഥാനത്ത് പവന് കൂടിയത് 8640 രൂപയാണ്. ഗ്രാമിന് 1080 രൂപയും കൂടി. പവൻ വില 1,31,160 രൂപയിലെത്തി. ഒരു പവൻ ആഭരണം വാങ്ങണമെങ്കിൽ 1,50,000 നൽകേണ്ടി വരും. നീത നാരായണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നീത, ഒറ്റ ദിവസം കൊണ്ട് 8000 രൂപയോളം കൂടിയെന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയൊരു വർധന ഒരു ദിവസം കൊണ്ട് കണ്ടിട്ടുമില്ല. അതാണ് അവണി. സ്വർണ്ണവിലയിൽ ഇങ്ങനെ ഒരു വർധന ഇത് ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ എന്ന് തന്നെ പറയേണ്ടി വരും. 8640 രൂപയാണ് ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട്. നമുക്കറിയുന്ന പോലെ സ്വർണ്ണവില ഇങ്ങനെ ഒരു ദിവസം തന്നെ 2-3 തവണ മാറി മറിയുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ നിലവിൽ ഇതുവരെയുള്ള ഒരു കണക്ക് നോക്കുമ്പോൾ 8640 രൂപയാണ് സ്വർണ്ണത്തിന് കൂടിയിരിക്കുന്നത്. ഗ്രാമിനാവട്ടെ 1080 രൂപ എന്നുള്ളൊരു കണക്കും. ഇത് വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം തന്നെയാണ്. നമുക്ക് 1 ലക്ഷം കടന്നപ്പോൾ തന്നെ നമ്മൾ എല്ലാവരും വളരെ അത്ഭുതപ്പെട്ടതാണ്. 1 ലക്ഷം കടന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ ഏറെക്കുറെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇനി എപ്പോൾ 2 ലക്ഷം ആകുമെന്നുള്ളതാണ്. അത് അധികം താമസമില്ലാതെ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു കണക്കൂട്ടൽ തന്നെയാണ് നിലവിലുള്ളത്. 1,31,160 എന്നുള്ള വലിയൊരു സംഖ്യയിലേക്കാണ് ഇപ്പോൾ പവൻ വില എത്തിയിരിക്കുന്നത്. ഗ്രാമിനാവട്ടെ 16,395 എന്നുള്ളൊരു വിലയിലേക്കും എത്തിയിട്ടുണ്ട്. 14,000 കടക്കും ഗ്രാം വില എന്നുള്ളത് നമ്മളോട് തന്നെ സംസാരിക്കുന്ന വിദഗ്ധർ, സാമ്പത്തിക വിദഗ്ധരും സ്വർണ്ണ വ്യാപാരികളും ഒക്കെ ഒരു 2 ആഴ്ച മുൻപ് വരെ പറഞ്ഞതാണ്. അതും എല്ലാം കടന്നത് 16 കടന്നെത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ആവണി സൂചിപ്പിച്ചതുപോലെ ഈ 1,31,100 രൂപ കൊണ്ട് നമുക്ക് ഒരു പവൻ ലഭിക്കുകയുമില്ല. ഈ GST 3%, ഒപ്പം തന്നെ പണിക്കൂലിയും ഒക്കെ കൂടി ചേർത്ത് നോക്കുമ്പോൾ, ഹോൾമാർക്ക് ഫീസും അങ്ങനെ ജ്വല്ലറി പോകുമ്പോൾ ഇതെല്ലാം കൂടി കണക്ക് കൂട്ടി നമുക്ക് 1,50,000 അതിലേക്കൊക്കെ പോവേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിലിപ്പോൾ വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റത്തിലേക്കാണ് സ്വർണ്ണവില എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ഓരോ ദിവസവും വില കൂടുക തന്നെയാണ്. വില കുറയുന്ന ഒരു തരത്തിലേക്ക് സ്വർണ്ണവില എത്തുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി വരുന്ന ദിവസങ്ങൾ പോലും ഇപ്പോൾ ഈ ഒരു ജനുവരി മാസം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു വിലക്കയറ്റമാണ് സ്വർണത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ജ്വല്ലറികളിലേക്കൊക്കെ ആളുകൾ പോകുന്നത് ഈ കയ്യിലുള്ള സ്വർണം വിറ്റ് പൈസയാക്കുക എന്നുള്ള തന്ത്രത്തിലേക്കാണ്. ആരും സ്വർണം വാങ്ങാൻ എത്തുന്നില്ല എന്നുള്ള കാര്യം കൂടി ഈ സ്വർണ്ണ വ്യാപാരികൾ ഉൾപ്പെടെ നമ്മളോട് പറയുന്നുണ്ട്. എന്തായാലും ഈ സ്വർണത്തിന്റെ വില ഇങ്ങനെ കൂടി നിൽക്കുന്നു. നമുക്കറിയാം ഈ കേന്ദ്ര ബജറ്റ് വരാനിരിക്കുന്നു. അതിലൊരു ചെറിയ പ്രതീക്ഷയൊക്കെ നൽകുന്നുണ്ട്. ഒരു പക്ഷേ സ്വർണ്ണവിലയിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുമോ എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ എല്ലാവരിലും ഉണ്ട്. പക്ഷെ അത് നടക്കുമോ എന്നുള്ള കാര്യം അറിയില്ല. GST എങ്കിലും അതിലെങ്കിലും ഒരു കുറവ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ വിലക്കുറവിലേക്ക് കടക്കുമോ എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ നൽകുന്നുണ്ട്. പക്ഷെ അപ്പോഴും എത്രത്തോളം വില കുറയും എന്നുള്ള കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും നിലവിൽ ഇപ്പോൾ 1 ലക്ഷവും കടന്ന് ഒരു 2 ലക്ഷത്തിലേക്ക് അടുക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇന്നത്തെ ഒരു. ശരി, നീതയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഗോൾഡ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ പ്രതിനിധി സാബു AK നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സാബു, ഈ സ്വർണത്തിന്റെ വില പെട്ടെന്നാണ് ഒരു കുതിപ്പ് കാഴ്ചവെച്ചത്. നമുക്കറിയാം ഈ 2025 ആണ് ഈ സ്വർണത്തിന്റെ വില ഇങ്ങനെ വർദ്ധിക്കാൻ തുടങ്ങിയതെങ്കിൽ പോലും പതിയാണത് വർദ്ധിച്ച് 1 ലക്ഷത്തിലേക്ക് എത്തിയതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കഴിഞ്ഞ ഒരു ഫെബ്രുവരി മുതലൊക്കെയാണ് ഈ വർധനവ് രേഖപ്പെടുത്തി തുടങ്ങുന്നത്.
എന്നാൽ 2026 കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ ഉടനടിയായിട്ട് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മാത്രം 8,000-ത്തിലധികം രൂപയുടെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. സാധാരണക്കാരൻ ഇനിയിപ്പോൾ ഒരു പവൻ ആഭരണം പോലും വാങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയല്ലേ? തീർച്ചയായിട്ടും ഇത്രയും വില കൂടുന്ന സമയത്ത് ആരും തന്നെ സ്വർണം വാങ്ങാനായിട്ട് ധൈര്യപ്പെടുന്നില്ല. കാരണം ഇത് പെട്ടെന്ന് കൂടിയ വിലകളെല്ലാം സാധാരണഗതിയിൽ താഴുന്ന ഒരു പ്രവണത നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇപ്പൊ അതിലതങ്ങനെ കാണുന്നില്ല. അതിന് പ്രധാന കാരണം ഈ ഡോളറിൽ നിന്നും കറൻസി നോട്ടുകളിൽ നിന്നും എല്ലാം മാറി ഈ കരുതൽ ശേഖരം എന്നുള്ള നിലയ്ക്കുള്ള ഡോളർ വിറ്റ് രാജ്യങ്ങളും സ്ഥാപനങ്ങളൊക്കെ സ്വർണം വാങ്ങി കൂട്ടുന്നു. ലോകത്താകമാനം നടക്കുന്ന അനിശ്ചിതാവസ്ഥയാണ് അതിന് കാരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലെ ജനങ്ങള് ഒരു ആഭരണം എന്ന നിലയ്ക്ക് അത് ഉപയോഗിക്കുന്ന പല ആവശ്യഘട്ടങ്ങളിലും അത് വേണ്ടി വരുന്നതുമാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇത്രയും വില അധികം കൊടുത്ത് ഇത് വാങ്ങാനായിട്ട് ജനങ്ങള് ധൈര്യപ്പെടുന്ന ഒരവസ്ഥയല്ല ഉള്ളത്. സ്വർണ്ണാഭരണ നിർമ്മാണ മേഖലയും അതുപോലെ തന്നെ ജ്വല്ലറികളൊക്കെ വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോ നിലകൊള്ളുന്നത്. ഇനി നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ബഡ്ജറ്റ് നാളെ വരുന്നുണ്ട്. ഇറക്കുമതി ചുങ്കം ഇപ്പൊ തന്നെ 6%, 12% 6% ആക്കി. ഇനി അതും വളരെയധികം കുറയ്ക്കുകയാണെങ്കിൽ ചെറിയൊരു കുറവ് നമുക്ക് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ കേന്ദ്രത്തിന്റെ ബജറ്റ് പ്രഖ്യാപനം വരുമ്പോൾ അതിനൊരു പ്രതീക്ഷ വെക്കാനാകുമോ? ഇത്രയും 6% അവർക്ക് ഇറക്കുമതി ചുങ്കം വെച്ചിരുന്ന സമയത്തെ വിലയല്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ചുങ്കം വേണമെങ്കിൽ കുറയ്ക്കാവുന്നതാണ്. എന്നാലും സർക്കാരിന് വരുമാനം ഉണ്ടാകും. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലെ സ്വർണ്ണവില എങ്ങനെയാകും മുന്നോട്ട് പോവുക? മുന്നോട്ട് തന്നെ കുതിക്കുമെന്നുള്ളതാണ് നമ്മൾക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അതിന്റെ കാരണം ചൈനയൊക്കെ വലിയ തോതിൽ ഇത് വാങ്ങി കൂട്ടുന്നുണ്ട്. അവിടെ നമ്മുടെ ഇപ്പൊ നാട്ടിലുള്ളതിനേക്കാളും കൂടുതൽ ഡോളർ കൊടുത്ത് അവർ വാങ്ങാൻ തയ്യാറാണ്. കണ്ടമാനം കറൻസി ഡോളർ ആരാണോ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് അവരാണിത് കൂടുതൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഈ സാധാരണക്കാരെ സംബന്ധിച്ച് മാത്രമല്ല, ഈ സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ച് കൂടെ ഒരു തിരിച്ചടിയാകുന്ന ഒരു ഘടകമല്ലേ? കാരണം ഈ ജ്വല്ലറികളിലേക്കൊന്നും ഇനി ആളുകൾ എത്താത്തൊരു സാഹചര്യത്തിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്? അതെ, ജ്വല്ലറികളെ സംബന്ധിച്ച് അവരുടെ കയ്യിലുള്ള സ്റ്റോക്കിന്റെ മൂല്യം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ച് കച്ചവടം നടക്കുമ്പോൾ അതിന്റെ ലാഭമാണ് അവരുടെ വരുമാന മാർഗം. ഇനിയിപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ എല്ലാവർക്കും തിരിച്ചടിയാകുന്നു എന്ന് തോന്നുന്നു. എല്ലാവർക്കും തിരിച്ചടിയാണ്. നമ്മുടെ നാട്ടിലെ സ്വർണ്ണ ജ്വല്ലറികളും അതുപോലെ തന്നെ സ്വർണ്ണ ആഭരണ നിർമ്മാണവും എല്ലാം പ്രതിസന്ധിയിലായി മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. മാത്രമല്ല സ്വർണം ഒരുപക്ഷെ 18 കാരറ്റ് ആഭരണങ്ങളാണ് ഇപ്പൊ കൂടുതലുമായിട്ട് കച്ചവടം നടക്കുന്നത്. ഇനി അത് 9 കാരറ്റിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയാണ് ഞങ്ങൾ മനസ്സിൽ കാണുന്നത്. ഇപ്പോൾ ഈ കൂടുതലായി 18 കാരറ്റ് 9 കാരറ്റിനൊക്കെ ഡിമാൻഡ് വന്നു തുടങ്ങിയിട്ടുണ്ടോ? 9 കാരറ്റ് വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിലില്ല. പക്ഷെ 18 കാരറ്റ് ആണ് ഇപ്പോ കൂടുതൽ നടക്കുന്ന കച്ചവടം. ശരി, സാബു എക്കെയാണ് വിവരങ്ങൾ നൽകിയത്. സ്വർണവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ വലിയ ഒരു വർധനവാണ് ഇന്ന് സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 22 കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 1080 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചിട്ടുള്ളത്. ഇതോടെ 16,395 രൂപ 1 ഗ്രാം സ്വർണത്തിന് മാത്രം വില വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പവന് 8,640 രൂപയാണ് കൂടിയിട്ടുള്ളത്. അതോടെ 1,31,160 രൂപയിലാണ് ഇന്നിപ്പോൾ വ്യാപാരം നടക്കുന്നത്. ഇപ്പോൾ സ്വർണ്ണ വ്യാപാരിയായ അരുൺ മാർക്കോസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അരുൺ മാർക്കോസ്, നമസ്കാരം. അതായത് ഈ സ്വർണത്തിന്റെ വില ഇങ്ങനെ നമ്മൾ ദിനംപ്രതി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരൊറ്റ ദിവസം കൊണ്ട് 8,000-ത്തിലധികം രൂപയുടെ വർധനവ് രേഖപ്പെടുത്തുന്നത്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലും ഇത്തരത്തിലൊരു കുതിച്ചുചാട്ടം തന്നെയാണോ പ്രതീക്ഷിക്കേണ്ടത്? ഹലോ, ശ്രീ അരുൺ മാർക്കോസ് കേൾക്കുന്നുണ്ടോ? അതായത് ഇന്നൊരു ദിവസം കൊണ്ട് മാത്രം 8,000-ത്തിലധികം രൂപയുടെ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഇത്തരം ഒരു കുതിച്ചുചാട്ടത്തിന് തന്നെയാണോ നമ്മളൊക്കെ സാക്ഷിയാകേണ്ടി വരിക? നിലവിലെ സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു കുതിപ്പ് സ്വർണ്ണ ആഭരണ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 1000-ന് മുകളിലേക്ക് ഒരു വില ഒരു ദിവസം തന്നെ 1 ഗ്രാമിന് കൂടുന്നത്. സാധാരണഗതിയിൽ ഇപ്പോ മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ ഒരു ദിവസം 2-3 തവണ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും 1 ഗ്രാമിന് 500 രൂപയുടെ അടുത്തൊരു വർധനവ് മാത്രമേ ഉണ്ടായിട്ടുള്ളായിരുന്നു. ഈ ഒരു വർധനവ് അപ്രതീക്ഷിതമാണ്. ഒരുപാട് ആളുകൾ വിൽപ്പനയ്ക്കായിട്ട് സമീപിക്കുന്നുണ്ട്. ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. വാങ്ങാനുള്ള ആളുകൾ പൊതുവെ കുറവാണ്.
അതെ, ഇതിപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ പോകുന്നത് ഈ സ്വർണ്ണ വ്യാപാരികൾക്കും തിരിച്ചടിയല്ലേ? അതെ, സ്വർണ്ണവില ഇതുപോലെ വലിയൊരു മാറ്റത്തിലേക്ക് പോകുമ്പോൾ സ്വർണ്ണ വ്യാപാരം മാന്യത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെ വിൽപ്പനയ്ക്കായി ഒരുപാട് ആളുകൾ സമീപിക്കുന്നുണ്ട്. കാരണം ഇപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, അതായത് ഇപ്പോ ആളുകൾക്ക് ഇപ്പോ വീട് പണി ആവശ്യത്തിനോ അല്ലെങ്കിൽ ഇപ്പോ നിലവിൽ എന്തെങ്കിലും സ്ഥലം വാങ്ങുന്നതിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ സ്വർണം വിൽപ്പന നടത്തിയാൽ വളരെ വലിയ ഒരു നേട്ടമാണ് ലഭിക്കുക. ഏകദേശം ഇന്നത്തെ സ്വർണ്ണ വില എന്ന് പറയുന്നത് ഒരു പവന് 1,31,160 രൂപയാണ് സ്വർണ്ണവില മാത്രം ഒരു പവനുള്ളത്. അപ്പൊ വിൽക്കുമ്പോഴും ഏകദേശം അതിനോട് അടുത്തൊരു തുക തന്നെ ഇപ്പോ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ആളുകൾ കയ്യിലുള്ള സ്വർണം വിറ്റ് പണമാക്കി ഇതുപോലെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് ഉള്ള കാര്യങ്ങളിലേക്ക് കൃത്യമായി പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ സമയത്തും വലിയ ചൂഷണങ്ങൾ ഈ സ്വർണ്ണ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുള്ള വസ്തുത ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വേണം സ്വർണ്ണ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ സ്ഥാപനങ്ങളിലേക്ക് ചെല്ലാനുള്ളതാണ് ഈ സമയത്ത് ഓർപ്പിക്കാനുള്ളത്. കാരണം വില വലുതായിട്ട് നിൽക്കുന്നു, കുറെ ആളുകൾ ഇതിന് ചൂഷണത്തിന് ഇരയാവുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണ വില ഈ വർധനകൾ സമയത്ത് വ്യാജ സ്വർണം വിൽക്കുന്ന സംഘങ്ങളും സജീവമായിട്ട് രംഗത്തുണ്ട്. കോട്ടയത്തടക്കം ഇന്ന് കോട്ടയത്തുള്ള ഒരു ജ്വല്ലറിയിൽ ഒരു ഏകദേശം 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു സ്ത്രീ ഒരു വള വിൽക്കുന്നതിനായിട്ട് ചെല്ലുകയും അവരത് സംശയം തോന്നി കട്ട് ചെയ്തപ്പോഴത്തേക്ക് അതിന്റെ ഉള്ളിൽ സ്വർണ്ണമല്ലായിരുന്നു, വേറെ മെറ്റലായിരുന്നു. അപ്പൊ അത് വേറെ ആരും കൊടുത്തു വിട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ അവിടുന്ന് അവര് ഒഴിവായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അവരോട് ആ വ്യാപാരി പറഞ്ഞു, നിങ്ങളുടെ ഫോട്ടോ ഞങ്ങൾ എടുക്കും, നിങ്ങൾ ഇങ്ങനെയുള്ള എവിടെയെങ്കിലും ചെയ്താൽ നിങ്ങളെ പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നുള്ള തരത്തിലേക്ക് പറയുന്നുണ്ടായി. ഇത് പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആളുകൾ സാമ്പത്തികമായി ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടിലാണ്. അപ്പൊ ഈ സ്വർണ്ണ മേഖലയിലെ എങ്ങനെ പല രീതിയിലുള്ള തട്ടിപ്പുകളും ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. അതെ, ഇപ്പോൾ ഈ നിലവിലെ ഈ ഒരു സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ 18 ക്യാരറ്റ് അടക്കമുള്ള ആഭരണങ്ങളുടെ വിപണി അത് എത്രത്തോളമാണ് പുരോഗമിക്കുന്നത്? ഇപ്പോൾ ജ്വല്ലറികളിലേക്ക് എത്തുന്നവർ 22 ക്യാരറ്റിന് വേണ്ടിയിട്ടാണോ എത്തുന്നത്, അതോ 18 ക്യാരറ്റ് ആണോ കൂടുതലായി നോക്കുന്നത്? 18 ക്യാരറ്റ് ആളുകൾ എൻക്വയറി ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും 18 ക്യാരറ്റിന്റെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആഭരണമാണ് ചോദിക്കുന്നത്. പിന്നെ അതിനകത്തെ പ്രശ്നം എന്ന് വെച്ചാൽ 18 ക്യാരറ്റ് ഇതുപോലെ തന്നെ പണിക്കൂലി അടക്കം വലിയൊരു തുക തന്നെ നൽകേണ്ടതായിട്ട് വരുന്നുണ്ട്. തിരിച്ച് വിൽക്കുമ്പോൾ 18 ക്യാരറ്റിന് അതിനനുസരിച്ചുള്ള ഒരുപാട് വില കുറഞ്ഞാണ്. ഈ പണിക്കൂലിയുടെ വലിയ കൂടുതലായിട്ടുള്ള പൈസ നഷ്ടമായിട്ട് പരിണമിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് ആളുകൾ സ്വർണം വാങ്ങുമ്പോൾ കൃത്യമായി പഠിച്ചു വാങ്ങുക. ചെറിയ പൈസയ്ക്ക് ആണെങ്കിൽ 18 ക്യാരറ്റിലേക്ക് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ കൂടുതലായിട്ട് വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ നെഗോസിസ് തന്നെ ആവണം എപ്പോഴും വാങ്ങി വയ്ക്കുക. തിരിച്ചു കൊടുക്കുമ്പോഴും ന്യായമായിട്ടുള്ള വില ലഭിക്കണമെങ്കിൽ നെഗോസിസ് തന്നെ ആണ് എപ്പോഴും നല്ലത് എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം 18 ക്യാരറ്റ് ഒരുപാട് എൻക്വയറീസ് ഉണ്ട്. ചില ജ്വല്ലറികളുടെ ഓൺലൈനിലൂടെ ഇത് പരസ്യങ്ങളൊക്കെ നൽകി ചെയ്യുകയുണ്ട്. അതുപോലെ ആളുകൾ കൂടുതൽ അന്വേഷിക്കുന്നു. പക്ഷെ ഇതിനും ഉള്ള പ്രശ്നങ്ങൾ ഇതിന് പുറകിലുണ്ട്. പിന്നീട് വിൽക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ വരും ദിവസങ്ങളിൽ ഇനി ഈ സ്വർണ്ണവില ഇങ്ങനെ ഉയർന്നു തന്നെ പോകാനുള്ള ഒരു സാധ്യതയാണോ ഉള്ളത്? തിരിച്ചൊരിറക്കം അതിനെ പ്രതീക്ഷിക്കാമോ? തിരിച്ചൊരിറക്കം സംബന്ധിച്ച് ആർക്കും പ്രവചിക്കാനായിട്ട് സാധിക്കില്ല. ഇന്നലെ വൈകുന്നേരം തന്നെ ചെറിയൊരു കുറവിന്റെ ഒരു ചെറിയ സൂചന, അതായത് വലിയ കുറവല്ല, ചെറിയ തോതിലൊരു സ്ലൈറ്റ് ഡൗൺവേർഡ്സ് കാണിച്ചെങ്കിലും ഇന്നലെ രാത്രി ഉണ്ടായ മാറ്റമാണ് ഇന്ന് രാവിലെ ഇത്ര വലിയ ഒരു വില വർധനവിലേക്ക് പരിണമിച്ചത്. ഈ ഒരു ഇതുപോലെ വില വർദ്ധിക്കുമ്പോൾ ആളുകൾക്ക് എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് ആളുകൾ ആകെപ്പാടെ കൺഫ്യൂഷൻ ആണ്. ഇത് ധരിക്കണോ? അത് ചില ആളുകൾ വിളിച്ചു ചോദിക്കുന്നത് അവർക്ക് പ്രത്യേകിച്ച് ആവശ്യങ്ങളില്ല, പക്ഷേ വില ഇത്രയും കൂടി നിൽക്കുമല്ലേ, ഇത് വിറ്റ് പണമാക്കിയാലോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അതിനകത്ത് ഒരു അർത്ഥവുമില്ല. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഒരു വ്യാപാരി എന്ന നിലയിൽ മാത്രമല്ല, ഒരു പൗരൻ എന്ന നിലയിൽ, പൊതുപ്രവർത്തനം എന്ന നിലയിൽ ഒരു അഭിപ്രായം നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ സ്വർണം വിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ അവർക്ക് സ്വർണം ഇപ്പോൾ വിറ്റിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിൽക്കണം.
അത് വിറ്റിട്ട് ബാങ്കിലിടുന്നതിനോ അതല്ലെങ്കിൽ വിറ്റിട്ട് അവരത് പണമായി സൂക്ഷിക്കുന്നതിനോ ഒന്നും വേണ്ടി സ്വർണം വിൽക്കരുത്. ഈ വില കണ്ടിട്ട് അവർക്ക് അത്യാവശ്യമുണ്ട്. ഇത് വിറ്റിട്ട് സ്ഥലം വാങ്ങുന്നതിനോ അല്ലെങ്കിൽ വിദേശ യാത്രയ്ക്കോ അല്ലെങ്കിൽ വിദേശ പഠനം അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കാണെങ്കിൽ വിൽക്കുക, അല്ലെങ്കിൽ അത് ഒരു നിക്ഷേപമായിട്ട് തന്നെ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെയുള്ള വിൽക്കാൻ ഈ വില കൂടുന്നകത്ത് വിൽക്കാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ള കാര്യം. എന്താണെങ്കിലും ഉടനെ അടിയൊന്നും വില വലിയ ഒരു കുറവിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നില്ല. ഈ നിലവിൽ ഈ സ്വർണം വിൽക്കാനായി ശ്രമിക്കുന്നവരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കുറച്ചുകൂടെ കാത്തിരുന്നാൽ കൂടുതൽ വില കിട്ടുമെന്ന് തന്നെയാണോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ചുകൂടെ കാത്തിരുന്നാൽ വില കൂടുതൽ കിട്ടാനാണ് സാധ്യത. പിന്നെ നമ്മൾ ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഇത് ഈ ഒരു വർധനമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലുള്ള പ്രഡിക്ഷനേ ഉള്ളൂ. നമ്മൾ എത്ര സാമ്പത്തികമായി നമ്മൾ എത്ര അവലോകനങ്ങൾ നടത്തി നോക്കിയാൽ പോലും ഇങ്ങനെ ഒരു വില വർധനവിനെ സംബന്ധിച്ചോ വില ഇടിവിനെ സംബന്ധിച്ചോ നമുക്ക് ആർക്കും പറയാനോ പ്രവചിക്കാനോ സാധിക്കുന്ന സ്ഥിതിയല്ല. ആ ഒരു കാര്യം ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ സ്വർണം വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ കുറച്ച് വെയിറ്റ് ചെയ്ത് അവർക്ക് ഇത് വിറ്റിട്ട് ഉടനടി ഒരാഴ്ചക്കുള്ളിലൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ വിൽക്കുക. അല്ല അവർക്ക് ലോങ് ടേമിലുള്ള വേറെ ആവശ്യങ്ങൾക്കാണ് അവർ സ്വർണം വിൽക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ശരി, വളരെയധികം നന്ദി ശ്രീ അരുൺ മാർഗോസ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും സ്വർണത്തിൻ്റെ വില ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മാത്രം സ്വർണത്തിന് ഗ്രാമിന് 1080 രൂപയാണ് കൂടിയത്. ഇതോടെ 16,395 രൂപയായിട്ടുണ്ട്. 22 ക്യാരറ്റിൻ്റെ 1 ഗ്രാം സ്വർണത്തിന്. പവന് 8,640 രൂപയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് വർദ്ധിച്ചിട്ടുള്ളത്. ഇതോടെ 1,31,160 രൂപയിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. വരും ദിവസങ്ങളിലും ഈ സ്വർണത്തിൻ്റെ വില കുതിച്ചുയരുമെന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധരടക്കം പ്രവചിക്കുന്നത്. എന്തായാലും സ്വർണം വിൽക്കുന്നവരെ സംബന്ധിച്ച് ഇതൊരു സുവർണ നിമിഷമാണ് എങ്കിൽ പോലും സ്വർണം വാങ്ങുന്നവർക്ക് ഇതൊട്ടും തന്നെ സ്വീകാര്യമായ ദിനങ്ങളല്ല എന്നാണ് പലരും പറഞ്ഞു വയ്ക്കുന്നത്. ഇടവേള. ഇന്നു മുതൽ ട്രെയിൻ ടിക്കറ്റ് നിരക്കുകളിൽ മാറ്റം വരുന്നു. മെയിൽ, എക്സ്പ്രസ് വിഭാഗങ്ങളിലെ നോൺ AC കോച്ചിലെ നിരക്കുകളാണ് ഉയർന്നത്. കിലോമീറ്ററിന് 2 പൈസ കൂടും. നോൺ AC കോച്ചിലെ യാത്രയ്ക്ക് 500 കിലോമീറ്ററിന് 10 രൂപ അധികം നൽകണം. ഓർഡിനറി നോൺ AC സർവീസുകൾക്ക് വ്യത്യസ്ത ദൂര സ്ലാബുകളിലാണ് നിരക്കുകൾ. 215 കിലോമീറ്ററിൽ കൂടുതലുള്ള ഓർഡിനറി ക്ലാസ് യാത്രയ്ക്ക് കിലോമീറ്ററിന് 1 പൈസയും മെയിൽ, എക്സ്പ്രസ്, നോൺ AC ക്ലാസ് യാത്രയ്ക്ക് കിലോമീറ്ററിന് 2 പൈസയും കൂടും. മെയിൽ, എക്സ്പ്രസ് AC ക്ലാസ് 2 പൈസയും AC അല്ലാത്ത 500 കിലോമീറ്റർ യാത്രയ്ക്ക് 10 രൂപയുമാണ് വർദ്ധിക്കുന്നത്. രാജധാനി, ശതാബ്ദി, തുരന്തോ, വന്ദേ ഭാരത്, ഗരീബ് രഥ്, ജൻശതാബ്ദി, അമൃത് ഭാരത്, അന്ത്യോദയ, സബർബൻ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ട്രെയിൻ സർവീസുകളുടെ അടിസ്ഥാന നിരക്കുകളിലും മാറ്റമുണ്ട്. സബർബൻ ട്രെയിൻ സർവീസുകളെയും സീസൺ ടിക്കറ്റുകളെയും നിരക്ക് വർധന ബാധിക്കില്ല. ഓർഡിനറി ക്ലാസ്സിൽ 215 കിലോമീറ്റർ വരെയുള്ള യാത്രകൾക്കും നിരക്ക് വർദ്ധിക്കില്ല. റിസർവേഷൻ ഫീസ്, സൂപ്പർഫാസ്റ്റ് സർചാർജുകൾ ഉൾപ്പെടെയുള്ള അനുബന്ധ ചാർജുകൾ, GST നിയമങ്ങളും തുടരും. എന്നാൽ നിരക്ക് വർധന നിലവിൽ വരുന്നതിന് മുൻപ് ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് അധിക തുക നൽകേണ്ട. നേരത്തെ ബുക്ക് ചെയ്ത ടിക്കറ്റ് ഉള്ളവർക്ക് ഡിസംബർ 26 ശേഷമുള്ള യാത്രയ്ക്ക് അധിക തുക നൽകാതെ തന്നെ യാത്ര ചെയ്യാം. അതേസമയം ഇന്നു മുതൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്ന ടിക്കറ്റിനും TT അനുവദിക്കുന്ന ടിക്കറ്റിനും ഉയർന്ന നിരക്ക് നൽകണം. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ. സർക്കാർ ജീവനക്കാർക്കും ഇടത്തരക്കാർക്കും നേരിട്ടുള്ള ആനുകൂല്യങ്ങളും വരുമാന വർധനവും പ്രഖ്യാപിച്ചു. കേന്ദ്രം ശ്വാസം മുട്ടിക്കുമ്പോഴും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ദീർഘകാലാടിസ്ഥാനത്തിൽ മെച്ചമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. നടപ്പാക്കേണ്ടതില്ലാത്തതും അടുത്ത സർക്കാരിന്റെ മേൽ സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുന്നതും കൗശലം നിറഞ്ഞതുമാണ് ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ബിനോയ് കൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബിനോയ്, ഈ ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഇപ്പോൾ അവലോകനങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും ആവണി, ഒരു ജനപ്രിയ ബജറ്റാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് പ്രത്യേകിച്ചും സർക്കാർ ജീവനക്കാരെയും ഇടത്തരക്കാരെയും, അതായത് തെരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സർക്കാർ ജീവനക്കാരെയും ഇടത്തരക്കാരെയും കയ്യിലെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അവതരിപ്പിച്ച ഒരു ബജറ്റ് ഒറ്റനോട്ടത്തിൽ പറയാൻ സാധിക്കും. കാരണം നേരിട്ടുള്ള ആനുകൂല്യങ്ങൾ പലതും, അതായത് വലിയ പദ്ധതികൾ, വൻകിട പദ്ധതികളൊക്കെ സർക്കാർ തുടർന്ന് അധികാരത്തിലെത്തിയാൽ മാത്രം
അതിന് സമയമെടുത്ത് ചെയ്യേണ്ടതാണ് പ്രഖ്യാപിച്ചിരിക്കുന്ന പല കാര്യങ്ങളും. പക്ഷെ നേരിട്ട് തന്നെ വരുന്ന ഉടൻ തന്നെ, അതായത് ഫെബ്രുവരി മാസത്തിലോ ഏപ്രിൽ മാസത്തിലോ ഒക്കെ ആയി ഉടനടി നടപ്പാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ ആശാവർക്കർമാരുടെ ഓണറേറിയം, അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കമ്മീഷനെ നിയോഗിക്കൽ, അവരുടെ DA ആനുകൂല്യങ്ങൾ, ഇങ്ങനെ നേരിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാവുന്ന പല കാര്യങ്ങളും ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചു എന്നുള്ളത് വളരെ ഗുണകരമായിട്ട് സർക്കാരിന് തോന്നും എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾ, അതിനുവേണ്ടി വരുന്ന ചെലവ്, ഇത്തരം കാര്യങ്ങളിലാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധരും പ്രതിപക്ഷവും ഒക്കെ അവലോകനങ്ങളും വിലയിരുത്തലുകളും ഒക്കെ നടത്തി ബജറ്റിനെ കീറി മുറിക്കുന്നത്. VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ബജറ്റ് ജനങ്ങൾ വിശ്വസിക്കില്ല എന്നുള്ളതാണ്. അനാവശ്യ രാഷ്ട്രീയം കലർത്തി ബജറ്റിന്റെ വിശ്വാസ്യത കളഞ്ഞു എന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ ബജറ്റ് വലിയ സാമ്പത്തിക ബാധ്യത ഇനി വരുന്ന സർക്കാരിന് മേൽ അടിച്ചേൽപ്പിക്കുന്നതാണ് എന്നുകൂടെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. കാരണം നടപ്പാക്കേണ്ടതില്ലാത്തതാണ് ഇത്. പല സർക്കാർ മാറുമ്പോൾ പുതിയ സർക്കാർ വരും. ആ പുതിയ സർക്കാരിന് ഈ ഭീമൻ സാമ്പത്തിക ബാധ്യത എടുത്ത് തലയിൽ വെക്കേണ്ടി വരും. അങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന ഒരു ബജറ്റാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് VD സതീശൻ ചൂണ്ടിക്കാട്ടുന്നു. അതിന്റെ ആ കൗശലം കൂടെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സാമ്പത്തിക ബാധ്യത ഇനി വരുന്ന സർക്കാരിന് മേൽ അടിച്ചേൽപ്പിക്കുന്നതാണ് എന്നുള്ളത്. എന്തായാലും പല പല പ്രഖ്യാപനങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ആശാവർക്കർമാരുടെ 1000 രൂപ ഓണറേറിയം വർദ്ധിപ്പിച്ചതാണ്. നേരത്തെ അവർ സമരം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു 1000 രൂപ തദ്ദേശ തെരഞ്ഞെടുപ്പിനോട് മുന്നോടിയായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു. അപ്പൊ ഇനി ഒരു 1000 രൂപ കൂടി ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാണ് പറയുന്നത്. എന്തായാലും അവരതിനെ കാര്യമായി എടുത്തിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ട 1000 രൂപ അവരുടെ സമരത്തിന്റെ വിജയമായി, ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞൊരു സർക്കാരിനെ കൊണ്ട് 1000 രൂപ വർദ്ധിപ്പിച്ചു എന്നത് വിജയമായും ഒക്കെ അവർ വ്യാഖ്യാനിച്ചിരുന്നു. ഇപ്പോൾ 1000 രൂപ കൂടി വർദ്ധിപ്പിക്കുന്നുണ്ട്. കാരണം അവരിപ്പോഴും സമരത്തിലാണ്, നിശബ്ദമായ ഒരു സമരത്തിലാണ്. ഇനി തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ഈ സർക്കാർ ഇവരുടെ ശമ്പളത്തിന്റെ കാര്യത്തിൽ പെരുമാറുക എന്നുകൂടി നോക്കിയിട്ട് തെരഞ്ഞെടുപ്പ് സമയത്തെ അവരുടെ രീതികൾ, അവരുടെ സമര രീതികൾ അവർ ആവിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ കൂടി കാണാതെ ഈ ബജറ്റ് പ്രഖ്യാപിക്കാൻ സാധിക്കുമായിരുന്നില്ല. അതാണ് പറഞ്ഞത്, നേരത്തെ തന്നെ പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു ബജറ്റ് എന്നുള്ള നിലയ്ക്ക്. അതുകൊണ്ട് ആശാവർക്കർമാർക്ക് ഒരു 1000 രൂപയുടെ ഓണറേറിയം വർധനവുണ്ട്. അംഗൻവാടി ജീവനക്കാർക്കുണ്ട്. അതുപോലെ സ്കൂളുകളിലെ പാചക തൊഴിലാളികൾക്ക് അവർക്ക് പ്രതിദിനമാണ് ശമ്പളം. ആ ശമ്പളത്തിൽ ഒരു 25 രൂപ കൂട്ടിയിട്ടുണ്ട് പ്രതിദിന ശമ്പളത്തിൽ. അങ്ങനെ പല മേഖലകളിലുള്ള ഇടത്തരക്കാർക്കും സാധാരണക്കാർക്കും പ്രത്യക്ഷത്തിൽ ഒറ്റയടിക്ക് തന്നെ ആനുകൂല്യം ബെനിഫിറ്റ് ചെയ്യുന്ന തരത്തിൽ ചില പ്രഖ്യാപനങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ വൻകിട പദ്ധതികളും ഒക്കെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പദ്ധതികൾ പലതുണ്ട്. വിഴിഞ്ഞം തുറമുഖം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ വിദ്യാഭ്യാസ രംഗത്തുള്ള ചില കാര്യങ്ങളാണ്. ഒന്ന്, ഡിഗ്രി വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ 1 മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അപകട ഇൻഷുറൻസ്, അതിനുവേണ്ടി ഒരു 15 കോടി മാറ്റിവെച്ചിട്ടുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ, അതായത് 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള മറ്റൊരു ക്ഷേമ പെൻഷനും ഇല്ലാത്ത സ്ത്രീകൾക്ക് അവർക്ക് 1000 രൂപ വീതം അനുവദിച്ചിരുന്നു നേരത്തെ തന്നെ. അതിപ്പോ 3720 കോടി രൂപ കൂടി അതിലേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ CDS ADS അവർക്ക് 1000 രൂപ പ്രവർത്തന ഗ്രാന്റ് പദ്ധതിയുണ്ട്. ക്ഷേമ പെൻഷൻ മാത്രമായിട്ട് 14,500 കോടി മാറ്റിവെച്ചിട്ടുണ്ട്. സാക്ഷരതാ പ്രേരകമാർക്ക് 1000 രൂപ വർധനവുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് DA കുടിശ്ശിക നൽകുന്നുണ്ട്. അവരുടെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒറ്റയടിക്ക് പറയാവുന്ന മറ്റ് സാധാരണക്കാരെ, ജനങ്ങളെ നേരിട്ട് എളുപ്പത്തിൽ ബാധിക്കുന്ന കാര്യങ്ങൾ. ആവണി, ഇതിലിപ്പോൾ പ്രതിപക്ഷ നേതാവൊക്കെ വിമർശനം ഉന്നയിക്കുന്ന കാഴ്ചയാണോ കാണുന്നത് ഈ ബജറ്റിന്മേൽ? തീർച്ചയായും വിമർശനങ്ങൾ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാരണം നമുക്ക് നേരത്തെ ഈ ബജറ്റിന്റെ വിലയിരുത്തലുകൾ, പ്രീ ബജറ്റ് ചർച്ചകളൊക്കെ വരുന്ന സമയത്ത് നമ്മളൊക്കെ അത് പറഞ്ഞിരുന്നു. അതായത് തെരഞ്ഞെടുപ്പാണ് വരുന്നത് എന്നതുകൊണ്ട് തന്നെ ജനപ്രിയമായിട്ടുള്ളതും വലിയ പ്രഖ്യാപനങ്ങൾ ഉള്ളതുമായിട്ടുള്ള ബജറ്റായിരിക്കും നടത്തുക. കാരണം ഒരുപക്ഷെ നിലവിലുള്ള ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. അത് LDFന്റെ നില വരുന്ന തെരഞ്ഞെടുപ്പിൽ അത്ര ഭദ്രമല്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഒരു വിശ്വാസം തിരിച്ചു പിടിക്കാൻ, ജനങ്ങൾക്ക് എന്തെങ്കിലും കാര്യമായി ഓഫർ ചെയ്യാത്ത തരത്തിൽ ബജറ്റ് നിലപാടുകൾ ഉണ്ടാകും എന്ന് കരുതിയിരുന്നു. അത്തരമൊരു ബജറ്റ് തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം, നേരത്തെ VD സതീശൻ പറഞ്ഞതിനെ സാധൂകരിക്കുന്ന ഒരു കാര്യം കൂടെ ബജറ്റിൽ കാണുന്നുണ്ട്. കാരണം തുടക്കത്തിൽ തന്നെ ധനമന്ത്രി പറയുന്നുണ്ട്, അതായത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥ വളരെ മെച്ചമാണ് എന്ന്. അതായത് കേന്ദ്ര സർക്കാർ നികുതി വിഹിതം അടക്കം ഉള്ള കാര്യങ്ങളിൽ ഞെരുക്കുന്നുണ്ട് സംസ്ഥാനത്തെ. അതുപോലെ തന്നെ ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസങ്ങളിൽ വായ്പാ പരിധി കുറച്ചുകൊണ്ട് GST അടക്കം കൊടുക്കേണ്ട വിഹിതങ്ങൾ കൊടുക്കാതെ ശ്വാസം മുട്ടിക്കുകയും ഞെരുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പോലും, അത് കഴിഞ്ഞ വർഷങ്ങളായി തന്നെ തുടരുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തികത്തിൽ
ദീർഘകാലാടിസ്ഥാനത്തിൽ മെച്ചമാണ് എന്നാണ് പറയുന്നത്. അതായത് സർക്കാരിന്റെ കയ്യിൽ കാശുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ബജറ്റ് പ്രഖ്യാപിക്കുന്നത്. നമ്മുടെ കേരളത്തിന്റെ കടം ദുർവഹമല്ല, നമുക്ക് വഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കടമേ ഉള്ളൂ. നമ്മൾ കടമെടുക്കുകയാണെങ്കിൽ അത് അടച്ചു തീർക്കാനുള്ള ശേഷി കേരളത്തിനുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം എടുത്തു പറയുന്നത് ഇപ്പോ സംസ്ഥാനം കടം കയറി മുടിഞ്ഞു എന്ന് വെളിയുള്ള ആരും പറയില്ല എന്നൊരു വാചകം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ മെച്ചമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുന്നതാണ് എന്നൊരു വിശ്വാസ്യത കൂടി അതിലുണ്ട്. പക്ഷെ അവിടെയാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് ഈ പ്രഖ്യാപിക്കുന്നതൊന്നും നടപ്പാക്കേണ്ടതില്ല. കാരണം ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ നമ്മൾ കണ്ടതാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ സർക്കാർ മാറും, അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷം പുറത്തു പോകും, അങ്ങനെയാണെങ്കിൽ വരുന്നത് തങ്ങളായിരിക്കും എന്നുള്ള ഒരു തോന്നിപ്പിക്കൽ കൂടെയാണ് പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്ന ബജറ്റിലെ ഈ പദ്ധതികളും ഇത്തരം കാര്യങ്ങളും ഒക്കെ നടപ്പാക്കാൻ, ഈ പറഞ്ഞ ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ ഭീമമായ സാമ്പത്തിക ബാധ്യത വരുന്ന സർക്കാരിന് ഏറ്റെടുക്കേണ്ടി വരും. അതായത് വരുന്ന സർക്കാരിന്റെ മേൽ ഭീമമായ സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കുന്ന കൗശലം നിറഞ്ഞ ഒരു ബജറ്റ് എന്ന് വി.ഡി. സതീശൻ ഇതിനെ വ്യാഖ്യാനിക്കുകയാണ്. ശരി, ബിനോയ് കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ബജറ്റ് അവതരണം റെക്കോർഡ് സമയമെടുത്തുള്ള ഒരു ബജറ്റ് അവതരണമാണ് ഇന്നിപ്പോൾ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നടത്തിയത്. എന്തായാലും വമ്പൻ പ്രഖ്യാപനങ്ങളുമായി എത്തുന്ന ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ നിരവധിയായിട്ടുള്ള ജനോപകാരപ്രദമായ നിരവധി പ്രഖ്യാപനങ്ങൾ ഇതിലുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അതേസമയം തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കം ഇതിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്തായാലും ആശാപ്രവർത്തകർക്കടക്കമുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചതിൽ എല്ലാവരും പിന്തുണ നൽകുന്നുണ്ട് എങ്കിൽ പോലും അനാവശ്യമായി നിരവധി പ്രഖ്യാപനങ്ങളും അതുപോലെ തന്നെ കോടികളുടെ പ്രഖ്യാപനങ്ങൾ അധികമായി വരുത്തുന്നു എന്നുള്ള ഒരു വിമർശനവുമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ വാരിക്കോരി നൽകുന്നത് തോൽവി മനസ്സിലാക്കിയെന്ന് PM.A. സലാം. ഇതൊക്കെ 10 വർഷം മുൻപ് ചെയ്യേണ്ടിയിരുന്നതാണ്, ബജറ്റിലൂടെ പറ്റിക്കുന്നത് ജനത്തിന് ബോധ്യമായെന്നും അദ്ദേഹം പ്രതികരിച്ചു. വളരെ ക്ലിയർ ആണ്, കേട്ടവർക്കൊക്കെ മനസ്സിലാവും. ഇത്തരം കാര്യങ്ങളൊക്കെ 10 വർഷം മുമ്പ് ചെയ്യേണ്ടതായിരുന്നു, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായി ജനങ്ങളോട് പറയുന്ന ബജറ്റാണ്. വളരെ ക്ലിയറാണ്. 10 കൊല്ലം മുമ്പ് 2016 അധികാരത്തിലേറിയപ്പോൾ മുതൽ ചെയ്യേണ്ട കാര്യങ്ങൾ 10 കൊല്ലം ഞങ്ങൾ ചെയ്തിട്ടില്ല, ഇത് ചെയ്യേണ്ടതാണ് എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമുണ്ട് എന്ന് ജനങ്ങളുടെ മുമ്പിൽ നടത്തുന്ന മാപ്പപേക്ഷയും കുറ്റസമ്മതവും ഒക്കെ ആയിട്ട് ഇതിനെ കാണാൻ കഴിയും. വാഗ്ദാനങ്ങളുടെ പെരുമഴയുണ്ട്. എവിടുന്നാണ് ഈ ഫണ്ട് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇത്ര അധികം ബാധ്യത, കാരണം അവർക്ക് ഈ ബാധ്യത വരില്ല എന്ന് ഉറപ്പാണ്. UDF ആണ് ഏറ്റെടുക്കേണ്ടി വരിക. അപ്പൊ എവിടെ നിന്നാണ് ഇതിന് ആവശ്യമായ ഫണ്ട് ഉണ്ടാക്കുക? ഒരു ചെലവ് കാണിക്കുമ്പോൾ വരവ് കാണിക്കണ്ടേ, സ്രോതസ് കാണിക്കണ്ടേ, വിഭവ സമാഹരണം എങ്ങനെയാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തണ്ടേ? അത് ബോധ്യപ്പെടുത്താതെ പെരുമഴ, എനിക്കറിയാലോ, 1.5 മാസം 1.5 വർഷത്തോളം ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പെരും വെയിലും മഴയും കൊണ്ടിട്ട് ഒരു നയാ പൈസ കൂട്ടി കൊടുക്കാത്തവർ ഇപ്പൊ 1000 രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പോകും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് വാഗ്ദാനങ്ങൾ, നമ്മുടെ സന്ദേശ സിനിമയിൽ ശങ്കരാടി പറഞ്ഞ പോലെ വാഗ്ദാനങ്ങളാണ് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രായോഗികമായി പ്രാക്ടിക്കലായി ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ വരെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ ചെയ്യേണ്ടതായിരുന്നു, ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ള കുറ്റസമ്മതമാണ് ഈ ബജറ്റിലൂടെ വ്യക്തമാകുന്നത്. ഇത് ജനങ്ങളെ പറ്റിക്കാൻ, കേരള സമൂഹത്തെ പറ്റിക്കാൻ, വഞ്ചിക്കാൻ ഉള്ള ഏർപ്പാട് മാത്രമാണ്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.